ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 10 മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. നമ്മൾ ആദ്യം തന്നെ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വയ്ക്കാനാണ് പോകുന്നത്. അതിലേക്ക് ആവശ്യമായ ഉപ്പ്, ഞാനൊരു ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. അതിനുശേഷം അതിന് ആവശ്യമുള്ള പെപ്പർ പൗഡർ കൂടി ഇടുക. മുട്ടയൊന്ന് വേവായി തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ നന്നായിട്ട് ചിക്കിയെടുത്ത് ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗ് പോലെ ആക്കണം. എന്നിട്ട് നമ്മളിത് 1 കിലോ ബസ്മതി റൈസിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 10 മുട്ട എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള റൈസിനനുസരിച്ച് നിങ്ങൾ മുട്ട എടുക്കുക. ഇപ്പം സ്ക്രാമ്പിൾഡ് എഗ്ഗ് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒനിയൻ്റെ വൈറ്റും വേണം, നമുക്ക് ഗ്രീൻ വേണം, അതുപോലെ ക്യാരറ്റ് വേണം, പിന്നെ ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് വേണം, അതുപോലെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വേണം, ക്യാപ്സിക്കം വേണം, ബീൻസും ചെറുതായിട്ട് അരിഞ്ഞത് മാറ്റി വയ്ക്കുക. ഇനി ഇതിന് ശേഷം നമ്മൾ ഒരു പാത്രം വെച്ചതിന് ശേഷം അതിനകത്തേക്ക് എണ്ണ ഒഴിക്കുക. അതിനുശേഷം ഗാർലിക്ക് ചോപ്പ് ചെയ്തത് ഇടുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഒനിയൻ സ്റ്റെമ്മിൻ്റെ വൈറ്റ് പാർട്ട് മാത്രം ഇടുക. പിന്നീട് ക്യാരറ്റും അരിഞ്ഞത് ചേർക്കുക. അതിനോടൊപ്പം തന്നെ ബീൻസും ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ക്യാബേജ് ചേർത്ത് കൊടുക്കുക. പിന്നീട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കമാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ക്യാപ്സിക്കം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്നിടം വരെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു 5 മിനിറ്റെങ്കിലും ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആദ്യമേ വേവിച്ച് വെച്ച് സ്ക്രാമ്പിൾഡ് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ഈ വെജിറ്റബിൾസും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. ഇനി നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം സോയാ സോസാണ്, 10 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. അതിനുശേഷം ചില്ലി സോസാണ്, ചില്ലി സോസും ഒരു 10 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് രണ്ടും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. നിങ്ങൾ സോയാ സോസിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ചില സോയാ സോസിനൊക്കെ നല്ല ഉപ്പ് ഉണ്ടാവും. അതിനുശേഷം ഞാനൊരു ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർക്കുന്നുണ്ട്. പിന്നീട് നന്നായിട്ട് ഈ സോസും വെജിറ്റബിൾസും എഗ്ഗും എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ കുറച്ച് നേരം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ റൈസ് കഴുകി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആദ്യം തന്നെ ഒനിയൻ്റെ ഗ്രീൻ സ്റ്റെം പാർട്ട് ചേർത്തു, പിന്നെ പെപ്പർ പൗഡർ ചേർത്തു. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരുന്ന വെജിറ്റബിൾസ് ചേർക്കുകയാണ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവും ഒക്കെ നോക്കാം. ആവശ്യത്തിനനുസരിച്ച് ഉപ്പും എരിവും ഒക്കെ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ സ്വാദിഷ്ടമായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. താങ്ക്